ഫ്രണ്ട്സ്, S6 ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യമേ വിജയാശംസകൾ നേരുന്നു. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോ കൺട്രോളർ ആൻഡ് PLC ഇലക്ട്രിക്കലിലെ 6031C എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും 2021 സ്കീമിൽ എക്സാം എഴുതുന്ന ആൾക്കാരാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 2021 സ്കീമിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 1 മാർക്കിൻ്റെ 9 ക്വസ്റ്റ്യനാണ് പാർട്ട് എയിലുണ്ടാവുക. ദെൻ 3 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻ പാർട്ട് ബിയിലുണ്ടാവും. ഇതിൽ നിങ്ങൾ 8 എണ്ണം ചൂസ് ചെയ്താൽ മതി. ദെൻ അടുത്തതാണെങ്കിൽ പാർട്ട് സിയിൽ നിങ്ങൾ 6 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 7 മാർക്ക് വീതം. അങ്ങനെ ടോട്ടൽ 42 മാർക്ക്. 42 8 × 3 എന്ന് പറയുമ്പോൾ 24. 42, 24 പിന്നെ ഒരു 9 മാർക്ക്. അങ്ങനെ ടോട്ടൽ 75 മാർക്കിനാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. ഈ 75 മാർക്കിൽ 30 മാർക്ക് വാങ്ങിയാൽ ഒരു വിദ്യാർത്ഥി പാസ്സാവും. അയാൾക്ക് ഇൻറ്റേർണൽ ഉണ്ടെങ്കിൽ അയാൾ പാസ്സാവുന്നതാണ്. ഈ 30 മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയാൽ നിങ്ങൾക്കൊരു 30 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റും. കൂടാണ്ട് ട്വിറ്ററിൻ്റെ സൈറ്റിൽ ഓൾറെഡി 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഇത്രയും നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മൈക്രോ കൺട്രോളർ ആൻഡ് PLCയിൽ 30 മാർക്ക് വാങ്ങി പാസ്സായി പോകാവുന്നതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ പോർഷനിലോട്ട് വരാം. മൈക്രോ കൺട്രോളർ ആൻഡ് PLCയിൽ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 1 മാർക്കിൻ്റെ 9 ക്വസ്റ്റ്യന്, അതുപോലെ 3 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ സെറ്റ്, അതായത് ഓറടക്കം ഒരു 10 എണ്ണം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഒരു ഓറും അതിൻ്റെ ഒരു ക്വസ്റ്റ്യനും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഓൾറെഡി നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസാണ്. അത് ഞാൻ അവിടെ എത്തുമ്പോൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ അവസാനത്തിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനാണ്, റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് 8051 മൈക്രോ കൺട്രോളർ. 8051 മൈക്രോ കൺട്രോളറിൻ്റെ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എഴുതാനുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, 8051ന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലുള്ള ഫീച്ചേഴ്സാണ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതുന്ന വിദ്യാർത്ഥിക്ക് 1 മാർക്ക് കിട്ടും. ശ്രദ്ധിക്കുക, 2 എണ്ണം എഴുതുന്ന വിദ്യാർത്ഥിക്ക് 1 മാർക്ക് വെച്ചിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഏറ്റവും എളുപ്പമുള്ള ചൂസ് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി, ഈ ക്വസ്റ്റ്യൻ 1 മാർക്കിന് ചോദിക്കാറുണ്ട്. സംടൈംസ് ഇത് 3 മാർക്കിന് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഇത് 7 മാർക്കിന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു 8051 മൈക്രോ കൺട്രോളറിൻ്റെ ഫീച്ചേഴ്സ് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. അതെന്തായാലും എക്സാമിന് ചോദിക്കും. ഒരു 10-12 പോയിൻ്റ് ഉള്ളൊരു ഫീച്ചേഴ്സ് ഉള്ളൊരു ഡയഗ്രാം, ഒരു സംഭവമാണ്. അപ്പോൾ അതാണ് നിങ്ങളിവിടെ പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സാധനം ഫീച്ചേഴ്സ് ഓഫ് 8051 മൈക്രോ കൺട്രോളറിൽ ഫസ്റ്റത്തെ പോയിൻ്റ് 8 ബിറ്റിൻ്റെ ALU ആണ്. ALU എന്ന് പറഞ്ഞാൽ എന്താ? അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്. അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 8 ബിറ്റാണ്. ദെൻ അടുത്തത് നമുക്കിവിടെ 2 മെമ്മറിയാണുള്ളത്. ഒന്ന് റോമും അടുത്തത് റാമും. റോമിൻ്റെ കപ്പാസിറ്റി വരുന്നത് 4 കിലോബൈറ്റാണ്. റാമിൻ്റെ കപ്പാസിറ്റി 128 ബൈറ്റ്. ഈ 2 കാര്യമാണ് അടുത്ത 2 പോയിൻ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. 4 KB ബൈറ്റ് ഓൺ ചിപ്പ് പ്രോഗ്രാം മെമ്മറി റോം, 128 ബൈറ്റ് ഓൺ ചിപ്പ് ഡാറ്റ മെമ്മറി. പ്രോഗ്രാം മെമ്മറി എന്ന് പറയുന്നതാണ് റോം, ഡാറ്റ മെമ്മറി എന്ന് പറയുന്നത് റാമാണ്. ദെൻ നമ്മളിവിടെ 4 രജിസ്റ്റർ ബാങ്കുകൾ ചൂസ് ചെയ്യുന്നുണ്ട്. R0, R1, R2, R3 ഇങ്ങനെ 4 രജിസ്റ്റർ ബാങ്കുകൾ നമ്മളിവിടെ ചൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് 8 ബൈ ഡയറക്ഷണൽ ബസ്. 8 ബിറ്റിൻ്റെ ഒരു ബൈ ഡയറക്ഷണൽ ബസ്സാണ്. ഡാറ്റയും അഡ്രസ്സും 2 ഡയറക്ഷനിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ബസ്സാണ്, ഡാറ്റ ബസ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. 8 ബിറ്റ് ബൈ ഡയറക്ഷണൽ ഡാറ്റ ബസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ 16 ബിറ്റിൻ്റെ യൂണി ഡയറക്ഷണൽ അഡ്രസ് ബസ്സാണ്. അഡ്രസ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 16 ബിറ്റിൻ്റെ യൂണി ഡയറക്ഷനിൽ, അതായത് ഒരു ഡയറക്ഷനിൽ മാത്രമേ പാസ് ചെയ്യുള്ളൂ. ദെൻ അടുത്ത് 8 ബിറ്റ് പോർട്ടുകളുണ്ട്. പോർട്ടുകൾ 4 സെറ്റ് ആയിട്ടുണ്ട്. പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3. 4 പോർട്ടുകളുണ്ട്. എല്ലാം എന്താണ്? 8 ബിറ്റിൻ്റെ ആണ്. ദെൻ ജനറൽ പർപ്പസ് രജിസ്റ്റർ 32 ജനറൽ പർപ്പസ് രജിസ്റ്റർ ഉണ്ട്. എല്ലാറ്റിൻ്റെയും കപ്പാസിറ്റി വരുന്നത് 8 ബിറ്റാണ്. ദെൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടൈമർ ഒരു 16 ബിറ്റാണ്. സീരിയൽ പോർട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഡ്യൂപ്ലക്സ് സീരിയൽ പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയാണ് 8 ബിറ്റ്
8051 മൈക്രോ കൺട്രോളറിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ പർപ്പസ് ഓഫ് PSW. PSWൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതാണ്. പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. PSW എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. അതായത് നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? CPU വെച്ചിട്ടാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് ഓരോ മെമ്മറി ലൊക്കേഷൻ പോയി എടുത്ത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോഗ്രാമിൻ്റെ സ്റ്റാറ്റസ് വേർഡ് അതെന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു PSW എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്യാരി വന്നിട്ടുണ്ടോ, ഓവർഫ്ലോ വന്നിട്ടുണ്ടോ, പിന്നെ ആ ഒരു നമ്പറിൻ്റെ സൈൻ എന്താണ്, പാരിറ്റി എന്താണ്, ദെൻ പിന്നെ ഓക്സിലറി ക്യാരി ഉണ്ടോ, അങ്ങനത്തെ ഒരുപാട് ഡീറ്റെയിൽസ്, ഏത് രജിസ്റ്റർ ബാങ്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ PSW നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് 1 മാർക്കിനാണ്. ഇത് 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അവിടെ നിങ്ങളോട് ചോദിക്കൽ എക്സ്പ്ലെയിൻ PSW വിത്ത് ഡയഗ്രാം എന്നാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ PSWൻ്റെ 8 ബിറ്റ് ഉള്ള ഒരു ഡയഗ്രാം ഉണ്ട്, ആ ഡയഗ്രാം വരയ്ക്കുക. അതിൽ ഓരോന്നിനുണ്ട് ക്യാരി ഫ്ലാഗ്, ഓക്സിലറി ക്യാരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. 8 ബിറ്റ് ഉണ്ട്. ആ 8 ബിറ്റിൽ എന്തെല്ലാമാണ് വരുന്നത്, ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് പോവുക. ദെൻ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പാസ് ചെയ്യാണ്. അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ മൂവ് A, at R0 ഈസ്. ഇത് ഏത് ടൈപ്പ് അഡ്രസ്സ് ആണെന്നുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ള ഡാറ്റ നോക്കുക. മൂവ് A, at R0 എന്നുള്ളതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ. ഈ ഇൻസ്ട്രക്ഷൻ ഏത് ടൈപ്പ് അഡ്രസ്സിംഗ് മോഡാണെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഇവിടെ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. ഇവിടെ ഒരു ഐ വിട്ടുപോയിട്ടുണ്ട്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ശ്രദ്ധിക്കുക, അറ്റ് കഴിഞ്ഞിട്ട് ഒരു R0 അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. നമുക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റിൽ അറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്നെങ്കിൽ DPTR പ്ലസ് അങ്ങനെ എന്തെങ്കിലും PC എന്നോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടാവും. അത് വേറെ ഇതാണ്. നമ്മൾ അറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഒറ്റ ഡാറ്റ ഒരു രജിസ്റ്റർ മാത്രമേ വരണുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് തന്നെ കൊടുക്കുക. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ദ ഇൻസ്ട്രക്ഷൻസ് ആഡ് ആൻഡ് ആഡ് സി. ഈ രണ്ടെണ്ണം തമ്മിൽ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ കൂടുതൽ എഴുതാൻ നിൽക്കണ്ട, എന്താണ് സംഭവം എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. ആഡ് എന്ന് പറഞ്ഞാൽ വിൽ പെർഫോം എ സിമ്പിൾ അഡീഷൻ ഫംഗ്ഷൻ. 2 സംഖ്യകൾ, ഇപ്പോൾ ആഡ് A, B എന്നോ ഇങ്ങനെ എഴുതിയാൽ എന്താ? ബിയിലുള്ള ഡാറ്റേനെ അക്യുമുലേറ്ററിൽ കൊടുത്തിട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ദെൻ ആഡ് സി എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയുന്നത്? വിൽ പെർഫോം അഡീഷൻ ഫംഗ്ഷൻ വിത്ത് ക്യാരി. അവിടെ മുമ്പത്തെ ഇൻസ്ട്രക്ഷൻ നടന്നപ്പോൾ അക്യുമുലേറ്ററിൽ ഒരു ക്യാരി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്യാരിയും കൂടി എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ കൂട്ടണം. ആഡ് വിത്ത് ക്യാരി എന്ന് മാത്രമേ എടുത്ത് വെക്കുക. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, പെർഫോം അഡീഷൻ, സിമ്പിൾ അഡീഷൻ ആണെങ്കിൽ ആഡ്, ഒരു ക്യാരി നമ്മൾ അവിടെ കൂട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആഡ് സി എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് വരിക. ഓക്കെ ആണോ? ദെൻ അടുത്ത്, റൈറ്റ് 2 ഡിസഡ്വാൻറ്റേജസ് ഓഫ് PLCയിലെ ഏതെങ്കിലും 2 ഡിസഡ്വാൻറ്റേജസ് എഴുതാനാണ്. ഞാനിവിടെ ഒരു 5 ഡിസഡ്വാൻറ്റേജസ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. ദർ ഈസ് ടു മച്ച് വർക്ക് റിക്വയർഡ് ടു കണക്ഷൻ ഓഫ് വയേഴ്സ്. കണക്ഷൻ ഓഫ് വയേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറേ വയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദർ ഈസ് ഡിഫിക്കൽറ്റി വിത്ത് ചേഞ്ച് ഓർ റീപ്ലേസ്മെൻറ്റ്. റീപ്ലേസ്മെൻറ്റിന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദേ ആൾവേസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എറർ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. റിക്വയർ സ്കിൽഫുൾ വർക്ക് ഫോഴ്സ്. സ്കിൽഡായിട്ടുള്ള ലേബേഴ്സ് നമുക്ക് വേണം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ PLCയുടെ പുറത്ത് നടക്കില്ല. വെൻ എ പ്രോബ്ലം ഒക്കേഴ്സ് ഹോൾഡ് അപ്പ് ടൈം ആൻഡ് ഇൻഡെഫിനിറ്റ് ആൻഡ് യൂഷ്വലി ലോങ്. ഇതാണ് അടുത്ത പോയിന്റ് പറഞ്ഞത്. പ്രോബ്ലം ഒക്കർ ചെയ്താൽ ഹോൾഡ് അപ്പ് ടൈം ഇൻഡെഫിനിറ്റ് ആണ്, ഹോൾഡ് അപ്പ് ടൈം ഇൻഫിനിറ്റ് ആണ്, ദെൻ യൂഷ്വലി ലോങ് ആയിട്ടാണ് നമ്മളിതിനെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 2 ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ഇൻ PLC ബേസ്ഡ് സിസ്റ്റം. PLC ബേസ്ഡ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന് DIP സ്വിച്ച്, പുഷ് ബട്ടൺ സ്വിച്ച്, റീഡ് സ്വിച്ച്, ലിമിറ്റ് സ്വിച്ച്, ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സ്വിച്ച്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതി വെച്ചാൽ മതി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 2 ഫാക്ടേഴ്സ് കൺസിഡർ ഫോർ സെലക്ടിങ് PLC ഫോർ എ ടിപ്പിക്കൽ ആപ്ലിക്കേഷൻ.
PLCയുടെ ടിപ്പിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, നമ്പർ ഓഫ്, ശ്രദ്ധിക്കുക അവിടെ ഫസ്റ്റത്തെ നമ്പർ ഓഫ് IC എന്നാണ്, നമ്പർ ഓഫ് IC എന്നുണ്ട്, നമ്പർ ഓഫ് ICs. ദെൻ ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട്സ്, മെമ്മറി ആൻഡ് പ്രോഗ്രാമിംഗ് റിക്വയർമെൻറ്റ്സ്, കോമ്പാക്റ്റ് ഓർ മോഡുലാർ PLC, ദെൻ ഇൻസ്ട്രക്ഷൻ സെറ്റ്, CPU, PLC സ്കാൻ ടൈം, സിങ്കിങ് ആൻഡ് സോഴ്സിങ് PLC, മാനുഫാക്ചേഴ്സ്, സപ്പോർട്ട് ആൻഡ് ബാക്കപ്പ്. ഇത്രയാണ് നമ്മളവിടെ ടിപ്പിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ഇതിൽ ഏതെങ്കിലും 2 ഫാക്ടറാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മേ ബി ഇത് എന്ത് ചെയ്യാം, ബോർഡ് എക്സാമിന് 3 മാർക്കിന് ചോദിക്കാം. അതുകൊണ്ടാണ് നമ്മൾ 2 പോയിൻ്റ് മാത്രം എഴുതാണ്ട് അതിലുള്ള എല്ലാ പോയിൻറ്റും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൊറിസോണ്ടൽ ലൈൻ ഇൻ ലാഡർ ഡയഗ്രാം കോൾഡ്. എന്താണ് ഹൊറിസോണ്ടൽ ലൈൻ? ഒരു ലാഡർ ഡയഗ്രാം വരച്ചാൽ 2 പവർ റെയിൽസിൻ്റെ ഇടയിൽ ഇങ്ങനെ വരക്കുന്നതാണ് ഹൊറിസോണ്ടൽ ലൈൻ. ഇതിനെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. അതിനെ വിളിക്കുന്ന പേരാണ് റങ്. ഇതാണ് അതിൻ്റെ ചോദ്യം, അതിൻ്റെ ഉത്തരം. നിങ്ങൾ ഈ റങ് എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. ബാക്കി ഹൊറിസോണ്ടൽ ലൈൻസ് ഇൻ എ ലാഡർ ഡയഗ്രാം കോൾഡ് അത് മേലുള്ളതാണ്. അവിടെ ആ ഡാഷ് ഇട്ട് കൊടുത്ത് ഇവിടെ എന്താണ് ഇതുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റൈറ്റ് എ ലാഡർ ഡയഗ്രാം, ലോജിക് ഡയഗ്രാം, നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അത് റിവേഴ്സ് ആയിട്ട് ഔട്ട്പുട്ട് ഇടണം. ഇവിടെ ഇൻപുട്ട് ആണെങ്കിൽ ഇത് ഔട്ട്പുട്ട്. നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അത് ഓപ്പോസിറ്റ് ഇടണം. ഇവിടെ 0 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 1 ഇടണം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഒരു ട്രൂത്ത് ടേബിൾ ഏത് സ്വിച്ചിനാണ്? ക്ലോസ്ഡ് സ്വിച്ചിനാണ് നമ്മൾ കൊടുക്കൽ. ക്ലോസ്ഡ് സ്വിച്ചിനാണ് നമ്മൾ കൊടുക്കൽ. അപ്പോൾ ആ ക്ലോസ്ഡ് സ്വിച്ചിൻ്റെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യണേ, ഈ രീതിയിൽ ചെയ്യൽ. ഓക്കെ ആണോ? അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം, നോട്ട് ഗേറ്റിൻ്റെ ഡയഗ്രാം, നോട്ട് ഗേറ്റിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു ക്ലോസ്ഡ് സ്വിച്ച് വെക്കുക, ഒരു ഔട്ട്പുട്ടും കൂടി കാണിക്കുക. എന്താണ് അവിടെ വരുന്നത്, ഡിഫറൻസ് എന്താ വരുന്നത് എന്നുള്ളത് കാണിക്കാൻ. ഇത്രയാണ് നിങ്ങളുടെ 1 മാർക്കിൻ്റെ 9 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഈ 9 എണ്ണം എളുപ്പമായിട്ട് സ്കോർ ചെയ്തൂടെ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്റ്റേറ്റ് ദ പർപ്പസ് ഓഫ് DPTR ആൻഡ് സ്റ്റാക്ക് പോയിൻ്റർ ഓഫ് 8051 മൈക്രോ കൺട്രോളർ. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് DPTR, എന്താണ് സ്റ്റാക്ക് പോയിൻ്റർ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം ഇൻറ്റേർണലി ഇൻസ്ട്രക്ഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻറ്റേർണൽ റാമിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റാക്ക്, ഏത് സ്റ്റാക്കാണോ സെലക്ട് ചെയ്യുന്നത് ആ സ്റ്റാക്കിൻ്റെ ഏറ്റവും ടോപ്പിലൊരു പോയിൻ്റർ പോലെ നിൽക്കുന്നതാണ് സ്റ്റാക്ക് പോയിൻ്റർ. ദെൻ നമ്മൾ DPTR എന്ന് പറഞ്ഞാൽ ഡാറ്റ പോയിൻ്ററാണ്. നമ്മൾ ഡാറ്റ അക്സെപ്റ്റ് ചെയ്യുന്നത് എക്സ്റ്റേണൽ മെമ്മറി എന്നാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റാക്ക് എക്സിസ്റ്റ് ചെയ്യും. ആ എക്സ്റ്റേണൽ മെമ്മറിയിലായിരിക്കും നമ്മളെ DPTR പോയിട്ട് നിൽക്കുന്നുണ്ടാവുക. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, DPTR എന്ന് പറഞ്ഞാൽ എത്രയാണ്, 16 ബിറ്റ് ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സ്റ്റാക്ക് പോയിൻ്റർ ഒരു 8 ബിറ്റ് ഡാറ്റേൻ്റെ ലൊക്കേഷനാണ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് മാറ്റങ്ങളുണ്ടാകും. ഒന്നും കൂടി പറഞ്ഞുതരാം. സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു സ്റ്റാക്ക് ഉണ്ടാവും. ഇൻറ്റേർണൽ പ്രോഗ്രാം മെമ്മറി ആണെന്നുണ്ടെങ്കിൽ, ഇൻറ്റേർണൽ ഡാറ്റ മെമ്മറിയോ അല്ലെങ്കിൽ പ്രോഗ്രാം മെമ്മറിയോ എന്തോ ആയിക്കോട്ടെ, ഇൻറ്റേർണലി നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ഏത് സ്റ്റാക്കാണോ യൂസ് ചെയ്യുന്നത് ആ സ്റ്റാക്കിൻ്റെ മേലെ ഒരു പോയിൻ്റർ ഉണ്ടാവും. ദെൻ ഡാറ്റ പോയിൻ്റർ എന്ന് പറയുമ്പോഴോ അവിടെ നമ്മൾ ഡാറ്റ എടുക്കുന്നത് അല്ലെങ്കിൽ യൂസ്ഡ് ബൈ 8051 ആക്സസ് എക്സ്റ്റേണൽ മെമ്മറി എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അഡ്രസ്സിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോസ് ചെയ്യാം. ലിസ്റ്റ് ദ രജിസ്റ്റേഴ്സ് യൂസ്ഡ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ 8051 ആൻഡ് സ്റ്റേറ്റ് ദെയർ പർപ്പസ്. സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് 3 എണ്ണമാണുള്ളത്. ഒന്ന് SBUF, എസ് ബഫർ, SCON, PCON. ദെൻ എസ് ബഫർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സീരിയൽ ബഫർ രജിസ്റ്റർ. ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്, 8 ബിറ്റ് ഡാറ്റേനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അടുത്ത് SCON എന്ന് പറഞ്ഞാലോ സീരിയൽ കൺട്രോൾ രജിസ്റ്ററാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്തത് ഫോർ എ മോഡ് സെലക്ഷൻ, ഏത് മോഡാണ് സെലക്ട് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കണം. PCON എന്ന് പറഞ്ഞാലോ പവർ കൺട്രോൾ രജിസ്റ്റർ, യൂസ്ഡ് സെലക്ഷൻ ഓഫ് ബോർഡ് റേറ്റ്, അതിൻ്റെ ബോർഡ് റേറ്റ് ആണ് നമ്മളവിടെ സെലക്ട് ചെയ്യുന്നത്. ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു 3 ലൈൻ എഴുതി വെച്ചാൽ 3 മാർക്ക് കിട്ടും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ദി ഫോളോയിങ് പിൻസ് 8051 മൈക്രോ കൺട്രോളർ. 8051 മൈക്രോ കൺട്രോളറിൽ കുറച്ച് പിന്നുകളാണ് തന്നിട്ടുള്ളത്. RST, RXT, TXD എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പിന്നുകളാണുള്ളത്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. ആദ്യത്തെ RST.
നമുക്കറിയാം RST എന്ന് പറഞ്ഞാൽ എന്താ, റീസെറ്റ് ചെയ്യാൻ. റീസെറ്റ് ചെയ്യുക, ഇനീഷ്യൽ വാല്യൂവിനെ എത്തിക്കുക, റീസെറ്റ് ചെയ്യുക ടു ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. ദെൻ അടുത്ത് RxD എന്ന് പറഞ്ഞാലോ, RxD എന്ന് പറഞ്ഞാൽ സീരിയൽ ഡാറ്റ റിസീവർ, റിസീവ് ഡാറ്റ എന്നുള്ളതാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റേനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പിന്നാണത്. ദെൻ TXT എന്ന് പറഞ്ഞാലോ, ട്രാൻസ്മിറ്റ് ഡാറ്റ, ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ഇവിടെ അതിൻ്റെ കറക്റ്റ് ടേം ഇവിടെ പറയുന്നുണ്ട്, സീരിയൽ ഡാറ്റ ട്രാൻസ്മിറ്റ്. ഇവിടെ ആണെങ്കിലോ സീരിയൽ ഡാറ്റ റിസീവ് പിന്നെ. ഓക്കെ ആണോ? ദെൻ അടുത്തത് എക്സ്പ്ലെയിൻ ജമ്പ് കോൾ ഇൻസ്ട്രക്ഷൻസ് 8051 മൈക്രോ കൺട്രോളറിൻ്റെ ജമ്പും കോൾ ഇൻസ്ട്രക്ഷൻസുമാണ് നമുക്കിനി ശ്രദ്ധിക്കുക. എന്താണ് ജമ്പ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണ്, 1 by 1 ആയിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോവുകയാണ് പ്രോഗ്രാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടീഷൻ പ്രകാരം സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് എന്ത് ചെയ്യണം, അടുത്ത ഇൻസ്ട്രക്ഷൻ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. കണ്ടീഷൻ ഫാൾസ് ആണെന്നുണ്ടെങ്കിലോ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങോട്ട് എത്തും. ഇത് ഇങ്ങനെയുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് നമ്മളെ ജമ്പ്. ഇതൊരിക്കലും തിരിച്ച് ഇങ്ങോട്ട് പാസ് ചെയ്യില്ല, അതായത് ഇനീഷ്യൽ വാല്യൂ എന്താണോ അങ്ങോട്ട് പോകില്ല. അതാണ് നമ്മുടെ ജമ്പ് ഇൻസ്ട്രക്ഷൻ. ഇതൊരു മെയിൻ പ്രോഗ്രാമാണ്. മെയിൻ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യാണ്, 1 by 1 ആയിട്ട് ഇങ്ങനെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് വരികയാണ്. അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു കണ്ടീഷൻ ഇവിടെ കൊടുക്കുകയാണ്. ആ കണ്ടീഷൻ പ്രകാരം എന്ത് ചെയ്യുക, കുറേ ഇൻസ്ട്രക്ഷൻസ് സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റിലുള്ള ഏതെങ്കിലും 2-3 ഇൻസ്ട്രക്ഷനിലോട്ട് ജമ്പ് ചെയ്ത് പോവുകയാണ്. അതാണ് നമ്മുടെ ജമ്പ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് കോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാലോ, നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഒരു കോൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ഇതേ മൈക്രോ കൺട്രോളിൽ തന്നെ ഞാൻ വേറെ എങ്ങാണ്ട് പണ്ട് ചെയ്തു വെച്ചൊരു പ്രോഗ്രാം കൂടി ഉണ്ട്. ഇതിന് നമ്മൾ പറയല് സബ് റൂട്ടൈൻ പ്രോഗ്രാം എന്നുള്ളതാണ്. ഈ സബ് റൂട്ടൈൻ പ്രോഗ്രാമിനെ കോൾ ചെയ്താൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഇത് ഇങ്ങോട്ട് പോകും. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അപ്പോൾ ഇതിനൊരു റിട്ടേൺ പാത്ത് ഉണ്ട്. മറ്റേ ജമ്പിനാണെങ്കിൽ ഒരു റിട്ടേൺ പാത്ത് ഇല്ല. ഇതെന്ത് ചെയ്യും, റിട്ടേൺ വന്നിട്ട് നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ കോൾ ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് അതെന്ത് ചെയ്ത് മാറി പിന്നെ സബ് റൂട്ടൈൻ പ്രോഗ്രാമിലോട്ട് പോയി അവിടെയാണ് അതെന്ത് ചെയ്യണത് പിന്നെ എക്സിസ്റ്റ് ചെയ്യണത്. ആ സബ് റൂട്ടൈൻ പ്രോഗ്രാം എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മെയിൻ പ്രോഗ്രാമിലോട്ട് വരുള്ളൂ. ഇതാണ് കോളും ജമ്പും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ കൺട്രോൾ വേർഡ് രജിസ്റ്റർ അല്ലെങ്കിൽ കൺട്രോൾ വേർഡ് ഫോർമാറ്റ് ഓഫ് 8255 പെരിഫറൽ ഇൻ്റർഫേസസ്. അപ്പോൾ 8255 പെരിഫറൽ ഇൻ്റർഫേസസിൻ്റെ കൺട്രോൾ വേർഡാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 സെറ്റാണുള്ളത്, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി എന്നുള്ള 2 സെറ്റ്. ദെൻ അതിൻ്റെ മോഡുകൾ സെലക്ട് ചെയ്യാൻ ഒരു സെറ്റ്. ഇതൊരു 8-bit ഡാറ്റയാണ്. അവിടെ നമ്മൾ ചൂസ് ചെയ്യണേ ഫസ്റ്റത്തെ D0 എന്നുള്ളതിനെടുക്കുക. D0യിൽ നമുക്ക് കാണിക്കൽ എന്താണ്, പോർട്ട് സിയുടെ ലോവർ ആയിട്ടുള്ള 4 ബിറ്റ് ഡാറ്റേൻ്റെ സ്റ്റാറ്റസ് എന്താണുള്ളതാണ്. അവിടെ നമ്മൾ ഇൻപുട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ 1 എന്ന് കാണിക്കും. ഈ ഒരു D0 എന്നുള്ളതിൽ 1 കാണിക്കും. ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, 0 ആയിരിക്കും. ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓരോരുത്തർ ഇൻപുട്ട് ആണെങ്കിൽ 1, അടുത്തതിൽ ഔട്ട്പുട്ട് ആണെങ്കിൽ 0. ഈ ഒരു D0 നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോർട്ട് സിൻ്റെ ഉള്ളിലൂടെ ഇൻപുട്ടാണോ കൊടുക്കുന്നത് ഔട്ട്പുട്ടാണോ വരുന്നത് എന്നുള്ളത്. ദെൻ D1 എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് പറയുന്നത്. D1 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നോക്കുക, പോർട്ട് ബിയുടെ കേസാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പോർട്ട് ബിയിൽ 1 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ 1 എന്നുള്ള വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കുക പോർട്ട് ബിയിലൂടെ ഉള്ളിലൂടെ കൊടുക്കുന്നത് എന്താണ്, ഇൻപുട്ടാണ്. അവിടെ 0 ആണെങ്കിലോ പോർട്ട് ബിയുടെ ഉള്ളിലൂടെ കൊടുക്കുന്നത് എന്താണ്, ഔട്ട്പുട്ടാണ്. ദെൻ അടുത്തത് മോഡ് സെലക്ഷനാണ്. ഏത് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് ഇവിടെ സെലക്ട് ചെയ്യണമെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 2 മോഡാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുക, മോഡ് 0യും മോഡ് 1ഉം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 ആണ് D2ൽ വന്നിട്ടുണ്ടെങ്കിൽ മോഡ് 0, 1 ആണെങ്കിൽ മോഡ് 1. ഓക്കെ ആണോ? ദെൻ അടുത്തത് ഗ്രൂപ്പ് എൻ്റെ സെലക്ഷനാണ്. ഇനി അടുത്തത് ഗ്രൂപ്പ് എ തന്നെ പോർട്ട് സിയുടെ അപ്പർ 4 ബിറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലൂടെ കൊടുക്കുന്നത് ഇൻപുട്ടാണെങ്കിൽ ഇവിടെ D3ൽ 1 കാണിക്കും. അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത്, പോർട്ട് സിയുടെ അപ്പർ ബൈറ്റിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കൊടുക്കുന്നത് ഔട്ട്പുട്ടാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും, 0 ആയിരിക്കും വരണുണ്ടാവുക. ഓക്കെ ആണോ? ദെൻ അടുത്തത് പോർട്ട് എൻ്റെ കേസാണ്. D4ൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. പോർട്ട് എൻ്റെ കേസിൽ നമ്മൾ ഇൻപുട്ടാണ് കൊടുക്കുന്നതുണ്ടെങ്കിൽ 1, ഔട്ട്പുട്ടാണെങ്കിൽ 0. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി ശ്രദ്ധിക്കുക, D5ഉം D6ഉം ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് അവിടെ വരുന്ന വാല്യൂ 0 എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സെലക്ട് ചെയ്യുന്നത് ഏതാണ്, മോഡ് 0 ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 0 1 ആണെങ്കിൽ നമ്മൾ മോഡ് 1 സെലക്ട് ചെയ്യും.
ദെൻ 1 0 അല്ലെങ്കിൽ 1 1 ഇതിലേതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡ് 2 ആണ് സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് മനസ്സിലാക്കുക ഫോർ 8255 പെരിഫറൽ ഇൻ്റർഫേസസിന് 3 മോഡുകളുള്ളത്. മോഡ് 0, മോഡ് 1, മോഡ് 2. അതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് അവിടെ തീരുമാനിക്കുന്നത്. ദെൻ അടുത്ത് D7 എന്നുണ്ട്. D7ൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്നുള്ളത് കാണിക്കുക. നമ്മൾ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ ഇൻപുട്ട് കൊടുക്കാം, ഔട്ട്പുട്ട് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ 1 വരും. 0 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ BSR ആണ് വരുന്നത്. BSR മോഡ്. ആ ഒരു BSR മോഡിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മേ ബി ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് അത്രയും വലുതാണ്. അപ്പോൾ ഈ ഒരു സാധനം വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 3 മാർക്ക് കിട്ടും. 3 മാർക്കിനാകുമ്പോൾ വരച്ചാൽ മാത്രം മതി. 7 മാർക്കിനാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തും കൂടി കൊടുത്താൽ ആ 7 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലിസ്റ്റ് എനി 3 അഡ്വാൻറ്റേജസ് ഓഫ് PLC. PLCയുടെ ഏതെങ്കിലും 3 അഡ്വാൻറ്റേജ്. ഞാനിവിടെ 6 കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. റിലയബിലിറ്റി. PLC എന്താണ്? റിലയബിളാണ്. ദെൻ അടുത്ത് ഈസ് ഓഫ് ട്രബിൾ ഷൂട്ടിംഗ്. നമുക്ക് എന്ത് ചെയ്യാം, മാറ്റങ്ങൾ പെട്ടെന്ന് വരുത്താൻ പറ്റുന്നൊരു സാധനമാണ്. റിലേ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. ഈസ് ഓഫ് ട്രബിൾ ഷൂട്ടിംഗ് ആണ്. ദെൻ ഈസി ഓഫ് എക്സ്പാൻഡബിലിറ്റി. നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ സ്മോളർ ഇൻ സൈസ്. PLC കമ്പാരിറ്റീവ്ലി റിലേ ആണല്ലോ ഇതിന് പകരം പണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ റിലേനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസ് എന്താണ്, വളരെ സ്മോളാണ്. ദെൻ അടുത്തത് PLC ക്യാൻ സപ്പോർട്ട് വൈഡ് വെറൈറ്റി ഓഫ് ഫീൽഡ് കമ്പോണൻറ്റ്. വൈൽഡ് വെറൈറ്റി ഓഫ് ഫീൽഡ് കമ്പോണൻറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, PLCയുടെ സപ്പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ദേ ഹാവ് സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻറ്റേജസ് ഓവർ ട്രഡീഷണൽ കൺട്രോൾ സിസ്റ്റം ബേസ്ഡ് ഓൺ റിലേ. ട്രഡീഷണൽ കൺട്രോൾ സിസ്റ്റം ആയിട്ടുള്ള റിലേനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരുപാട് അഡ്വാൻറ്റേജസ് കാണിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും 3 എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഇനി ഇതൊരു 7 മാർക്കിന് ചോദിച്ചാലോ, അപ്പോൾ നിങ്ങൾ ഈ 6 പോയിൻറ്റും എഴുതണം. ആ ഒരു വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ 6 പോയിൻറ്റും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇല്യൂസ്ട്രേറ്റ് ദ ഓപ്പറേഷൻ ഓഫ് PLC. PLCയുടെ ഒരു ഓപ്പറേഷനാണ്. നമ്മൾ ഒരു PLC എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, CPU ആണ് ചെക്ക് ചെയ്യണത്. ദെൻ അടുത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂൾ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ദെൻ അടുത്ത് നമ്മൾ ഇൻപുട്ടിനെ സ്കാൻ ചെയ്ത്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതിനെ സ്കാൻ ചെയ്ത്. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എക്സിക്യൂട്ട് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്ത്. ദെൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്ത്, ഔട്ട്പുട്ട് കൊടുത്ത് ഔട്ട്പുട്ടിനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത്. ഇനി നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിലോ, അപ്പോൾ അതെന്ത് ചെയ്യും, ഫീഡ്ബാക്ക് ആയിട്ട് വീണ്ടും CPUയിലോട്ട് പോകും. നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല, അപ്പോൾ CPUയിലോട്ട് വീണ്ടും അതിൻ്റെ ഫീഡ്ബാക്ക് പോയി അത് വീണ്ടും പ്രോസസ്സ് ചെയ്തിട്ട് വീണ്ടും ഔട്ട്പുട്ടിനെ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ബേസിക്കലി ഒരു PLCയുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം വരച്ച് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്ക് തരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലിസ്റ്റ് എനി 3 ജനറൽ ഫീച്ചേഴ്സ് ഓഫ് 8051 അല്ലെങ്കിൽ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് PLCയുടെ ജനറൽ ഫീച്ചേഴ്സാണ് ഇനി നമുക്ക് പറയാനുള്ളത്. നോക്കുക. പ്രോസസ്സർ മൊഡ്യൂൾ സിംഗിൾ മൈക്രോ പ്രോസസ്സർ ഡിവൈസാണ്. സിംഗിൾ മൈക്രോ പ്രോസസ്സർ ഡിവൈസാണ്. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ലോജിക്കൽ കൺട്രോൾ ആർക്കിടെക്ചർ വാസ് ഡിസൈൻഡ് ടു റീപ്ലേസ് ഡിലേ ബേസ്ഡ് സിസ്റ്റം. റിലേ ബേസ്ഡ് സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, PLCനെ ആർക്കിടെക്ട് ചെയ്തിട്ടുള്ളത്. പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ ആർ ജനറലി സ്പെസിഫൈഡ് ബൈ നമ്പർ ഓഫ് ഇൻപുട്ട് അവൈലബിൾ. എത്ര ഇൻപുട്ട് വേണമെങ്കിലും നമുക്ക് PLCയിലോട്ട് കൊടുക്കാം. റിലേയിലാവുമ്പോൾ ലിമിറ്റഡ് ആണ്. ദെൻ നമ്പർ ഓഫ് ഔട്ട്പുട്ട് അവൈലബിൾ. നമുക്ക് എത്ര ഔട്ട്പുട്ട് വേണമെങ്കിലും അവിടെ നിന്ന് എടുക്കാം. ടൈപ്സ് ഓഫ് ഇൻപുട്ട് അവൈലബിൾ. ഏത് ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാം, അവൈലബിൾ ആണ്. ഡിജിറ്റലും അനലോഗൊക്കെ നമുക്ക് കിട്ടാം. ദെൻ ടൈപ്സ് ഓഫ് പവർ സപ്ലൈ. നമ്മളവിടെ കൊടുക്കുന്ന പവർ സപ്ലൈ എന്താണ്, ACയോ അല്ലെങ്കിൽ DCയോ കൊടുക്കാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു വിഷയമല്ല, നമുക്ക് അതിൽ PLCയുടെ ലാഡർ ഡയഗ്രാമാണ് നമ്മൾ വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം സ്റ്റേറ്റ് ദ കൺസെപ്റ്റ്സ് ഓഫ് ലാഡർ പ്രോഗ്രാമിംഗ്. ഒരു ലാഡർ പ്രോഗ്രാമിൻ്റെ ഡയഗ്രാം വരച്ചിട്ട് അതിലുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ് പറയേണ്ടത്. നോക്കുക, ഒരു ലാഡർ ഡയഗ്രാമാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ലാഡർ ഡയഗ്രത്തിൽ ഈ ആദ്യം കാണുന്ന കപ്പാസിറ്റർ ലൈക്ക് സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് റങ് ഇൻപുട്ട്. ദെൻ ഈ ഒരു ബ്രാക്കറ്റ് പോലെയുള്ള ഈ സാധനത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഔട്ട്പുട്ട്. ഇതിൻ്റെ 2 എൻഡിൽ നമ്മൾ 2 ലൈൻ വരച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ പവർ റെയിൽസ് എന്ന് പറയും. പവർ റെയിൽസിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. സ്റ്റാർട്ടിങ്ങിലുള്ളതിനെ പോസിറ്റീവ്, നെഗറ്റീവ് എൻഡിങ്ങിലുള്ളത്. ദെൻ
പിന്നെ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് റങ്. ഇത്രയും കാര്യങ്ങൾ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് 3 മാർക്ക് തരും. ഓക്കെ ആണോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദി ഡയഗ്രാം ഓഫ് ആൻഡ് ഗേറ്റ് ഓർ ഗേറ്റ്. ആൻഡ് ഗേറ്റിൻ്റെയും ഓർ ഗേറ്റിൻ്റെയും ഡയഗ്രാം വരക്കാനാണ്. ഇത് വരക്കാൻ വളരെ എളുപ്പമാണ്. ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നിങ്ങൾക്കറിയില്ലേ? 2 ഇൻപുട്ട് എ ബി, ഔട്ട്പുട്ട് വൈയും കൊടുത്ത്. ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്താ? 0 0 വരുമ്പോൾ 0, 0 1 വരുമ്പോൾ 0, 1 0 വരുമ്പോൾ 0, 1 1 വരുമ്പോൾ 1. ഇതല്ലേ ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യത്തെ സ്വിച്ചാണ് നമ്മുടെ ഇൻപുട്ട് എ, രണ്ടാമത്തെ സ്വിച്ച് ഇൻപുട്ട് ബി, ഔട്ട്പുട്ട് കാണിക്കുന്നതാണ് നമ്മളെ വൈ എന്നുള്ള ഔട്ട്പുട്ട്. ഓക്കെ, ഇനി നോക്കിയേ. ഫസ്റ്റത്തെ സ്വിച്ച് ഞാൻ ഓഫാക്കി, രണ്ടാമത്തെ സ്വിച്ച് ഓഫാക്കി. ഇവിടെ നിന്നാണ് സപ്ലൈ വരുന്നത്, ഇവിടെ എൻഡിങ്. ഇതിൽ കൂടി വരുന്ന സപ്ലൈ ഇവിടെ എത്തിയാൽ സ്റ്റോപ്പായില്ലേ? പിന്നെ ഇനി അങ്ങോട്ട് പാസ് ചെയ്യുമോ? നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവില്ലല്ലോ. അതാണ് ഫസ്റ്റത്തെ കേസ്. ദെൻ രണ്ടാമത്തെ കേസ് നോക്കിയേ. ഇതിലൂടെ വരുന്ന സപ്ലൈ ഇവിടെ നിന്ന് തന്നെ ക്ലോസ് ചെയ്ത്, ഇവിടെ ക്ലോസ് ചെയ്താൽ എ തന്നെ ക്ലോസ് ചെയ്ത് വെച്ചാൽ പിന്നെ ഇങ്ങോട്ട് ഔട്ട്പുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും കണ്ടീഷനിൽ ഔട്ട്പുട്ട് 0 ആണ്. ദെൻ മൂന്നാമത്തെ കേസിൽ എ ഇതിലൂടെ വരുന്ന സപ്ലൈ കയറി ഇത് ക്ലോസ്ഡ് ആണ്, അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഓണാണ്, അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ പോയി ബിയിലെത്തിയപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ പിന്നെ ഔട്ട്പുട്ട് ഉണ്ടാവുമോ? ഇല്ലല്ലോ. ദെൻ ലാസ്റ്റ് സ്റ്റേജ് നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിലൂടെ വരണം, ഇതിൻ്റെ ഉള്ളിലൂടെ കയറി ഇങ്ങോട്ടും കയറി, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഈ ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ ആണോ? ഇവിടെ ഔട്ട്പുട്ട് വരച്ചതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യണം? ഈ രീതിയിൽ ഔട്ട്പുട്ട് വരക്കണം. ഓക്കെ, ഇനി അടുത്തത് ഓർ ഗേറ്റ് ആണെങ്കിലോ സെയിം. ഓർ ഗേറ്റിന് ഇതേപോലെ തന്നെ നിങ്ങൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ 0 0 0 1 0 1 1 1 0 1 ആകുമ്പോൾ 1 1 1 ആകുമ്പോൾ 1. ഏതെങ്കിലും ഒരു ഇൻപുട്ടിന് 1 കിട്ടിയാൽ മതി. അത് ഇത്രയേ ഉള്ളൂ. രണ്ടിലും 0. ഇവിടുന്ന് വരുന്ന സപ്ലൈ ഇവിടെ എത്തുമ്പോൾ പോകുന്നില്ല, പാസ് ചെയ്യുന്നില്ല. ഇവിടുന്ന് വരണവും പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ കണ്ടീഷനിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ലല്ലോ. ബാക്കിയുള്ള കണ്ടീഷനൊക്കെ നോക്കുക. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഷോർട്ടഡ് ആണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കാണിക്കും. ഇതാണ് നമ്മുടെ ആൻഡ് ഗേറ്റിൻ്റെ സിമ്പൽ. ഓക്കെ ആണോ? ഇത് വരയ്ക്കണേനാണ് നിങ്ങൾക്ക് 3 മാർക്ക് തരുന്നത്. ഇത് വളരെ എളുപ്പമായിട്ട് വരച്ചൂടെ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനാണ് വായിക്കുന്നത്. സ്കെച്ച് ആൻഡ് എക്സ്പ്ലെയിൻ സ്കീമാറ്റിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8051. 8051ൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഈ ഒരു ഡയഗ്രാം വരച്ച് വെക്കുന്നതിനാണ് 4 മാർക്ക്, എക്സ്പ്ലെയിൻ ചെയ്യണതിന് 3 മാർക്കേ ഉള്ളൂ. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല എങ്കിൽ പോലും എന്ത് ചെയ്യുക? ഡയഗ്രാം വരച്ച് പഠിക്കുക. ആ ഡയഗ്രാം വരച്ച് വെച്ചാൽ 4 മാർക്ക് കിട്ടും. ഇങ്ങനെ ഒരുപാട് ഡയഗ്രാംസ് ആയാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? പാസ്സാവും. ഇവിടെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുക. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 6 എണ്ണമാണ് നിങ്ങൾക്ക് എഴുതാണ്ടാവുക. 6 എണ്ണത്തിന് 4 മാർക്ക് വെച്ച് കിട്ടിയാൽ പോരെ? 24 മാർക്കായി. പിന്നെ നിങ്ങൾക്ക് ആ 1 മാർക്കിൻ്റെ 9 ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതാണ്. ഓൾറെഡി പാസ്സായി പോയിക്കോളും. അപ്പോൾ ശ്രദ്ധിക്കുക. ഈ ഒരു ഡയഗ്രത്തിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ് അടുത്തത് എക്സ്പ്ലനേഷനിൽ അവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എക്സ്റ്റേണൽ ഇൻ്ററപ്റ്റ് ഉണ്ട്. നമ്മളിവിടെ എക്സ്റ്റേണൽ ഇൻ്ററപ്റ്റ് കൊടുക്കുന്നത് 2 എണ്ണം ഉണ്ട്. INT 0യും INT 1ഉം. ദെൻ ഇൻറ്റേർണൽ ഇൻ്ററപ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് 3 പിന്നുകളുണ്ട്. അപ്പോൾ ഇൻ്ററപ്റ്റ് കൊടുക്കാൻ ഉള്ള സംഭവങ്ങളുണ്ട്. ദെൻ ഈ ഒരു പ്രോസസ്സ് എല്ലാം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? CPU വെച്ചിട്ടാണ്. അപ്പോൾ CPU-ലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബസ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ബസ് ബാർ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ആ ബസ് ഡാറ്റാ ബസ്സും ഉണ്ട്, അഡ്രസ് ബസ്സും ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? CPU-ലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെ നമുക്ക് 2 ടൈപ്പ് മെമ്മറീസ് ഉള്ളത്, റോമും റാമും. ഓൺ ചിപ്പ് റോം ഫോർ പ്രോഗ്രാം കോഡിന്, ഓൺ ചിപ്പ് റാം ഉണ്ട് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഡാറ്റ മെമ്മറിയും പ്രോഗ്രാം മെമ്മറിയും ഉണ്ട്. അതിൻ്റെ കപ്പാസിറ്റി അതിൻ്റെ കൂടെ എഴുതി കൊടുക്കാം. ദെൻ നമ്മളിവിടെ ടൈമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 2 ടൈപ്പ് ടൈമേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ടൈമർ 0യും ടൈമർ 1ഉം. ദെൻ നമുക്ക് നേരത്തെ പറഞ്ഞ സീരിയൽ പോർട്ടുകൾ ഉണ്ടായിരുന്നു, ട്രാൻസ്മിറ്റ് ഡാറ്റ, ദെൻ റിസീവ് ഡാറ്റ. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സീരിയൽ പോർട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സീരിയൽ പോർട്ടുകളെ നമ്മളിവിടെ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. ദെൻ അടുത്ത കാര്യം പറയാനുള്ളത് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളാണ്. നമുക്കിവിടെ 32 പിന്നുകൾ ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അഡ്രസ്സ് കൊടുക്കാനുള്ളതുണ്ട്, ഡാറ്റ കൊടുക്കാനുള്ളതുണ്ട്. അങ്ങനെ ടോട്ടൽ 32 പിന്നുകളാണുള്ളത്. ആ 32 പിന്നുകളെ നമ്മൾ 4 ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിനെ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളാക്കി വെച്ചിട്ടുണ്ട്. പോർട്ട് 0,
പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3 ഇങ്ങനെ 4 ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ട്. ഈ 4 ഗ്രൂപ്പിലും 8 ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ വീതമുണ്ട്. ദെൻ അടുത്ത് ബസ് കൺട്രോളിന് വേണ്ടിയിട്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന ഡാറ്റേനും അഡ്രസ്സിനെയും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ബസ് കൺട്രോളർ കൊടുത്തിട്ടുണ്ട്. ദെൻ CPU വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് ഫ്രീക്വൻസിയിൽ കൊടുക്കണം. നമ്മളിവിടെ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത് 12 MHz ആണ് ഫ്രീക്വൻസി, 12 MHz. ആ 12 MHz കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഡാറ്റാസ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു 3 മാർക്കും കൂടി അവിടത്തേക്ക് കിട്ടും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ആൾട്ടർനേറ്റ് ഫങ്ഷൻസ് ഓഫ് പോർട്ട് 3 പിന്ന്. പോർട്ട് 3 പിന്നിൻ്റെ ഓൾട്ടർനേറ്റ് ഫംഗ്ഷനാണ്. നമുക്കറിയാം 8051ൻ്റെ പിൻ ഡയഗ്രം ഉണ്ട്. ആ പിൻ ഡയഗ്രത്തിൽ പോർട്ട് 3 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് പോർട്ടുകളുണ്ട്. ആ പോർട്ടുകളുടെ ഒക്കെ ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതാണ് പോർട്ട് 3യുടെ ഓൾട്ടർനേറ്റീവ് ഫങ്ഷൻസ്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്, ശ്രദ്ധിക്കുക. പോർട്ട് 3 സീറോൻ്റെ ഫസ്റ്റത്തെ എന്താണ്? RxD. നമുക്കറിയാം സീരിയൽ ഡാറ്റ റിസീവ് ആണ്. റിസപ്ഷൻ എന്നുള്ള റിസീവ് നോക്കുക, സീരിയൽ ഡാറ്റ റിസീവ്. അടുത്ത TXD എന്ന് പറഞ്ഞാലോ സീരിയൽ ഡാറ്റ ട്രാൻസ്മിറ്റ്. ദെൻ ഇവിടെ INT 0 എന്നുള്ളതാണ്, INT 0 ബാർ എന്നുള്ളതാണ്. എക്സ്റ്റേണൽ ഇൻ്ററപ്റ്റ് 0. ഇവിടെ ആണെങ്കിലോ INT 1, എക്സ്റ്റേണൽ ഇൻ്ററപ്റ്റ് 1. ദെൻ ടൈമർ 0, ടൈമർ 1. ദെൻ അടുത്തത് ഇവിടെ WR ബാർ എന്നുണ്ടാവും. ഇവിടെ ആണെങ്കിൽ RD ബാർ. ഇതെന്താണ് സംഭവം? WR ബാർ എന്ന് പറഞ്ഞാൽ റൈറ്റ് സിഗ്നൽ. നമ്മളൊരു കൊടുക്കുന്ന ഡാറ്റേനെ നമുക്ക് എന്ത് ചെയ്യുക? റൈറ്റ് ചെയ്തിട്ട് കൊടുക്കാം, നമുക്ക് ചേഞ്ചസ് വരുത്താം. ദെൻ റീഡ് എന്ന് പറഞ്ഞാലോ അവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇത്ര എഴുതി വെക്കുന്നതിനാണ് നിങ്ങൾക്ക് 7 മാർക്ക് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ പോരാ. ഇനി പിൻ ഡയഗ്രം വരക്കുമ്പോൾ അതിൽ എക്സ്ട്രാ കുറച്ച് ആൾട്ടർനേറ്റീവ് ഫങ്ഷൻസ് ഉള്ള കുറച്ച് പിന്നുകളുണ്ട്. അതായത് ഒരു പിന്ന് വരച്ചാൽ ആ പിന്നിന് തന്നെ 2 എണ്ണം ഉണ്ടാവും. ചിലത് ബ്രാക്കറ്റിലിട്ടുണ്ടാവും, ചിലത് ഒരു സ്ലാഷ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ആൾട്ടർനേറ്റീവ് ഫങ്ഷൻസും കൂടി പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ കംപ്ലീറ്റ് ആയിട്ട് 7 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇല്ലുസ്ട്രേറ്റ് ദ internal memory organization of 8051 മൈക്രോ കൺട്രോളർ. 8051 മൈക്രോ കൺട്രോളറിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി ഓർഗനൈസേഷൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിനി പറയാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു ഡാറ്റ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ് 00 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ വെച്ചിട്ടുണ്ട്? 7F വരേക്കുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? 128 ബൈറ്റ് ഉണ്ട്, 128 ബൈറ്റ് ഡാറ്റ ഉണ്ട്. ഈ 128 ബൈറ്റ് ഡാറ്റേനെ നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ അറിയേണ്ടത്. 00 തൊട്ടിട്ട് 1F വരേക്കുള്ളത്, 00 തൊട്ടിട്ട് 1F വരേക്കുള്ള ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യണേ? രജിസ്റ്റർ ബാങ്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഓരോ രജിസ്റ്റർ ബാങ്കിനും 8 ബിറ്റ് ഡാറ്റയുണ്ട്. 00, 01, 02, 03, 04, 05, 06, 07. ഇപ്പോൾ 8 എണ്ണമായില്ലേ? ആ 8 എണ്ണമാണ് നമ്മൾ ഫസ്റ്റത്തെ രജിസ്റ്റർ ബാങ്ക് 0 കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് എവിടുന്ന് തുടങ്ങേണ്ടത്? 0 കഴിഞ്ഞാൽ 07 കഴിഞ്ഞാൽ 08, 09, 0A, 0B, 0C, 0D, 0E, 0F. 0F വരേക്കുള്ളതാണ് നമ്മൾ രജിസ്റ്റർ ബാങ്ക് 1ന് കൊടുത്തിട്ടുള്ളത്. ഇനി 0F കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്തത് എങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 10 സ്റ്റാർട്ട് ചെയ്യുക. അതായത് 16 വരേക്കുള്ളത് കൂട്ടുള്ളൂ. 0 തൊട്ടിട്ട് F വരേക്കേ ഉള്ളൂ നമ്മളെടുത്ത്. അപ്പോൾ ഫസ്റ്റ് 0 വരുന്ന F വരേക്കുള്ളത് കഴിഞ്ഞ് ഇനി 10 തൊട്ടിട്ട് ഏത് വരെ എഴുതേണ്ടി വരും? 1F വരേക്ക് ഉണ്ടാവും. ആ 10 തൊട്ടിട്ട് 1F വരേക്കുള്ളതാണ് നമ്മുടെ രജിസ്റ്റർ ബാങ്ക് 2. ദെൻ 1F കഴിഞ്ഞാലോ 1F അല്ല 17 കഴിഞ്ഞാൽ 18 തൊട്ടിട്ട് ഏത് വരെ ഉണ്ടാവും? 1F വരേക്കുള്ളതാണ് നമ്മുടെ രജിസ്റ്റർ ബാങ്ക് 3. അപ്പോൾ ഇത്രയും നമ്മൾ രജിസ്റ്റർ ബാങ്കിന് കൊടുത്ത്. അപ്പോൾ എത്ര എണ്ണമായി? 32 ബിറ്റ് നമ്മൾ രജിസ്റ്റർ ബാങ്കിന് കൊടുത്ത്. ഓക്കെ ആണോ? ഇനി അടുത്തത് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ ഉണ്ട്. ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ 1F വരെയുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് കൊടുക്കാനുള്ളത് എങ്ങോട്ടാണ്? 1F വരെയുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? 20 എന്ന് തുടങ്ങിയിട്ട് 2F വരേക്കുള്ള 16 എണ്ണം, 2F വരേക്കുള്ള 16 എണ്ണം എവിടെ സ്റ്റോർ ചെയ്തിങ്ങനെ? അത് നമ്മളെ ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്ത 2F കഴിഞ്ഞാൽ പിന്നെ 30 തൊട്ടിട്ട്
7F വരെയൊക്കെയുള്ള 128 ബൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ 7F വരെയൊക്കെയുള്ള അത്രയും ഡാറ്റേനെ നമ്മൾ ജനറൽ പർപ്പസ് ഏരിയ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ജനറൽ പർപ്പസ് ഏരിയ. ഇത് കഴിഞ്ഞതിന് ശേഷം 80 തൊട്ടിട്ട് FF വരെയൊക്കെയുള്ള സാധനമുണ്ട്. അത് നമ്മുടെ SFR ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യൽ. സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ അറിയുന്നുള്ളത് അത് എക്സ്ട്രാ ആയിട്ടുള്ള ഡാറ്റയാണ്. ഈ 128 ബിറ്റിന് നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയേണ്ടത്. 4 രജിസ്റ്റർ ബാങ്ക് ആക്കി മാറ്റി ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ ആയിട്ട് ഒരു 16. ദെൻ അടുത്തത് ബാക്കിയുള്ള അത്രയും 32 16 48 കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? ഒരു 80 ഉണ്ടാവും. ആ 80 വരുന്നത് എവിടെയാണ്? ജനറൽ പർപ്പസ് ഏരിയയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സ്കെച്ച് ദ പിൻ ഡയഗ്രാം ഓഫ് പിൻ കോൺഫിഗറേഷൻ ഓഫ് 8051 മൈക്രോ കൺട്രോളർ ലേബിൾ ഓൾ പിൻസ്. ഇതിൽ ശ്രദ്ധിക്കുക, പിൻ ഡയഗ്രാം വരക്കാനുള്ളതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. 8051ൻ്റെ പിൻ ഡയഗ്രാം 8051ൻ്റെ പിൻ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ പിൻ ഡയഗ്രാം മാത്രം വരച്ചു വെച്ചാൽ 7 മാർക്ക് കിട്ടും. എത്ര പിന്നുണ്ട്? 40 പിന്ന്. ഈ 40 പിന്നിലൊന്ന് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. 1 മുതൽ 8 വരേക്ക്, 8 ഉണ്ടാവില്ല, 8 വരേക്കുള്ള ഈ ഒരു പിന്നുകൾ ഇതാ, ഇതിനെ നമ്മൾ ഒരു ഗ്രൂപ്പാക്കാം. ആ ഗ്രൂപ്പ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. P1 0, P1 1, അങ്ങനെ P1 7 വരേക്ക്. ഇതെല്ലാം അതിൻ്റെ പിൻ ഡയഗ്രത്തിൻ്റെ നെയിം. അതാദ്യമായിട്ട് പഠിച്ചു വെച്ചൂടെ? അപ്പോൾ നമുക്ക് 8 പഠിച്ചില്ലേ? ഓൾറെഡി 8 പഠിച്ചിപ്പോൾ. ഇനി അടുത്ത സെറ്റ് നോക്കിയേ. അടുത്ത ഗ്രൂപ്പാണ് പറയുന്നത്. അടുത്ത ഗ്രൂപ്പ് തുടങ്ങുന്നത് 10ാമത്തെ പിന്ന് തൊട്ടിട്ട് 17ാമത്തെ പിന്ന് വരേക്കുള്ള 10 to 17. അവിടെ നോക്കിയേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ P3 0 തൊട്ടിട്ട് P3 7 വരേക്കുള്ളത്. അപ്പോൾ അവിടെ നമ്മളൊരു 8 പഠിച്ച് 10 to 17. ആ നമ്പർ കൊടുത്തേക്കുക, 10 to 17. ദെൻ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അടുത്ത സെറ്റിലോട്ട് പോവുകയാണ്. അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വരുന്ന 39 തൊട്ടിട്ട് ഇവിടെ 32 വരേക്കുള്ള. അവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, P00 തൊട്ടിട്ട് P07 വരേക്കുള്ള ഒരു 8. അവിടുത്തെ ഒരു 8 കൂടി കിട്ടി. ഇനി അടുത്ത സെറ്റോ, ഇവിടെ ലാസ്റ്റിൽ 21 തൊട്ടിട്ട് 28 വരേക്കുള്ളതിനെ P20 തൊട്ടിട്ട് P27 വരേക്ക്, P20 തൊട്ടിട്ട് P27 വരേക്കുള്ള ഒരു 8. അപ്പോൾ ഈ ഒരു പോർട്ടുകളുടെ നമ്പർ മാത്രമായിട്ട് ഇവിടെ എത്ര കിട്ടി? 32 പിന്ന് ഓൾറെഡി കിട്ടി. 40ൽ 32 ഒറ്റയടിക്ക് പഠിച്ചില്ലേ? ഇനി അടുത്തത് പഠിക്കാനുള്ളത് 40ാമത്തെ പിന്ന് എന്തായാലും VCC ആയിരിക്കും, 20ാമത്തെ ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ 2 കൂടിയില്ലേ? 40ഉം ഗ്രൗണ്ടും കിട്ടി. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു 9ാമത്തെ പിന്നുണ്ട്, അതിന് നമ്മൾ റീസെറ്റ് എന്ന് കൊടുത്ത് റീസെറ്റ്. ദെൻ ഇവിടെ XTAL ഉണ്ട്, XTAL1 ഉണ്ട്. നമ്മളെ ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ പിന്നുകളാണ് 2 XTAL1ഉം XTAL2ഉം. അപ്പോൾ അവിടെ ഒരു 2. അപ്പോൾ ടോട്ടൽ എത്രയായി? 32 34 36 37 ആയില്ലേ? ഇനി ഒരു 3 പഠിക്കാനുള്ളൂ. ഇതാണ് പ്രോഗ്രാം സ്റ്റോർ എനേബിൾ ALE എന്നുള്ളൊരു പിന്ന് വരുന്നുണ്ട്. ദെൻ എക്സ്റ്റേണൽ ആക്സസ് പിന്നുണ്ട്. ഇങ്ങനെ ഒരു 3 പിന്നുകൾ, ഈ ഒരു 3 പിന്നുകളും കൂടി പഠിച്ചു വെക്കുക. ഇനി ഇത്ര എഴുതിയാൽ എത്ര മാർക്ക് കിട്ടും? മിനിമം ഒരു 5 മാർക്കെങ്കിലും കിട്ടും. ഇനി ചിലതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്പെഷ്യൽ ഫങ്ഷൻസും കൂടി കൊടുക്കുന്നുണ്ട്. P0ൻ്റെ ഈ ഒരു ബ്രാക്കറ്റിലുള്ള ഇനി നോക്കുക, AD0 തൊട്ടിട്ട് AD7 വരേക്കാണ് അത് എഴുതിയിട്ടുള്ളത്. എന്താണ് AD0? അഡ്രസ്സിനെയും ഡാറ്റേനെയും ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഇൻപുട്ടായിട്ടോ ഔട്ട്പുട്ടായിട്ടോ കൊടുക്കാൻ പറ്റുന്നതാണ് AD0 തൊട്ടിട്ട് AD7 വരേക്കുള്ളത്. അപ്പോൾ ആ ഒരു ഡാറ്റേനെ മെൻഷൻ ചെയ്യാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഇവിടെ A8 AD7 വരെ കൊടുത്താൽ പിന്നെ A8 തൊട്ടിട്ട് A15 വരേക്കുള്ളത്. ഇത് നമ്മൾ അഡ്രസ്സിനെ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലുള്ള എല്ലാറ്റിൻ്റെയും നമ്മൾ എന്ത് ചെയ്ത് സ്പെഷ്യൽ ഫങ്ഷൻസും കൂടി പഠിച്ച് ഓരോ പിന്നിൻ്റെ. ഇനി ഇപ്പുറത്തെ സൈഡിൽ RXT TXT INT0 INT1 T0 T1 WR WRT. ഈ സാധനം നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളെ 40 പിന്നും വളരെ പെട്ടെന്ന് തീരുന്നതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പാസ് ചെയ്യാം. എക്സ്പ്ലെയിൻ ദ റൊട്ടേറ്റ് ആൻഡ് സ്വാപ്പ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് 8051 മൈക്രോ കൺട്രോളർ.
8051 മൈക്രോ കൺട്രോളറിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ വരുന്ന രണ്ടെണ്ണമാണ് സ്വാപ്പും പിന്നെ റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ് ഒരു 4 ഉള്ളത്. ആ 4 നമ്മൾക്കിവിടെ വരച്ച് വെക്കേണ്ടത്. ഈ ഫിഗർ വരച്ച് വെക്കുന്നതിന് 4 മാർക്ക്, ഇതിൽ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 3 മാർക്ക്. അപ്പോൾ ആദ്യത്തെ സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു 8 ബിറ്റ് ഡാറ്റയാണ്. ആ 8 ബിറ്റ് ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യുക, ലോവർ നിബിളും ഹയർ നിബിളും ഉണ്ട്. എന്താണ് ലോവർ നിബിൾ എന്ന് പറഞ്ഞാൽ, ഈ LSBയുടെ സൈഡിൽ വരുന്ന 4 ബിറ്റ്, ഹയർ നിബിൾ എന്ന് പറഞ്ഞാൽ MSBയുടെ സൈഡിൽ വരുന്ന 4 ബിറ്റ്. ഈ 4 നമ്മൾ എടുത്തിട്ട് ഇങ്ങോട്ടും ഈ 4 എടുത്തിട്ട് ഇങ്ങോട്ടും, അതാണ് നമ്മുടെ സ്വാപ്പ്. ദെൻ അടുത്തത് റൊട്ടേറ്റ് രജിസ്റ്റർ ചെയ്യാൻ എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടത്, ലെഫ്റ്റിലോട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. നോക്കുക, ഈ 0-ൽ ഉണ്ടാവുന്ന ഡാറ്റേനെ 1-ലോട്ട്, 1-ലുള്ളതിനെ 2-ലോട്ട്, 2-ലുള്ളതിനെ 3-ലോട്ട്, അങ്ങനെ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. 7-ലുള്ള ഡാറ്റേനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, 0-ലോട്ട് കൊണ്ടുപോയി കൊടുക്കുക. ഇതാണ് റൊട്ടേറ്റ് ലെഫ്റ്റ് അക്യുമുലേറ്റർ എന്നുള്ളത്. ദെൻ അടുത്ത് റൊട്ടേറ്റ് ലെഫ്റ്റ് വിത്ത് ക്യാരി അക്യുമുലേറ്റർ എന്നുള്ളതാണ്. നമ്മൾ ലെഫ്റ്റിലോട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്യാരി ഫ്ലാഗും കൂടി ഉണ്ട്. അപ്പോൾ ഈ 7th ബിറ്റിലുള്ള സാധനത്തിനെ ക്യാരി ഫ്ലാഗിലോട്ട് കൊടുത്ത്, ക്യാരി ഫ്ലാഗിലുള്ളതിനെ 0-ലോട്ട് കൊടുത്ത്. ഇപ്പോഴും റൊട്ടേഷൻ ലെഫ്റ്റിലോട്ട് തന്നെയാണ്, ഒരു ക്യാരി എക്സ്ട്രാ വന്നതേ ഉള്ളൂ. ഇനി റൊട്ടേറ്റ് റൈറ്റ് ആണെങ്കിലോ, റൊട്ടേറ്റ് റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റിലോട്ട് കൊടുക്കുക, 7-ലുള്ളതിനെ 6-ലോട്ട്, അങ്ങനെ 1-ലുള്ള 0-ലോട്ട് കൊടുക്കും, 0-ലുള്ളതിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, വീണ്ടും 7-ലോട്ട് കൊടുക്കും. ഇനി റൊട്ടേറ്റ് റൈറ്റ് വിത്ത് ക്യാരി ആണെങ്കിലോ, 0-ലുള്ളതിനെ ക്യാരിയിലോട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ക്യാരി എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. 0-ലുള്ളതിനെ ക്യാരിയിലോട്ട് കൊടുക്കും, ക്യാരി എടുത്തിട്ട് എന്ത് ചെയ്യും, 7-ലോട്ട് കൊടുക്കും. ഓക്കെ ആണോ? ഈ ഒരു രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആണ് റൊട്ടേറ്റ് റൈറ്റ്, റൊട്ടേറ്റ് ലെഫ്റ്റ് വിത്ത് ക്യാരി, റൊട്ടേറ്റ് റൈറ്റ് വിത്ത് ക്യാരി, സ്വാപ്പ്. ഈ ഒരു 5 നിങ്ങൾ ആകെ ഡയഗ്രാം വരച്ചിട്ട് പഠിക്കേണ്ട ഇൻസ്ട്രക്ഷൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് അഡ്രസ്സിംഗ് മോഡ്സ് വിത്ത് എക്സാമ്പിൾസ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഈ 3 എന്താണ് സംഭവം എന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ആദ്യം ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മൂവ് A,65H. 65H എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലുള്ള ഡാറ്റേനെ അക്യുമുലേറ്ററിലോട്ട് മൂവ് ചെയ്യുക വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ്. ഈ ആഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, വിത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഡാറ്റേനെ ട്രാൻസ്ഫർ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. then അടുത്ത രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണ്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ മൂവ് A,R3 എന്നുള്ളതാണ്. ഇവിടെ R3 എന്ന് പറഞ്ഞ രജിസ്റ്ററിന് അക്യുമുലേറ്ററിലോട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, മൂവ് ചെയ്യിപ്പിക്കുകയാണ്. R3 എന്ന് പറഞ്ഞ രജിസ്റ്ററിന് അക്യുമുലേറ്ററിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെക്കൻഡറി ടേമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു രജിസ്റ്ററാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡായിട്ടാണ് നമ്മൾ പറയുന്നത്. ദെൻ മൂന്നാമത്തെ കേസ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ മൂവ് R3,7H എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓപ്പറാൻഡിൽ രണ്ടാമത്തെ ടേം നമ്മൾ എന്താണ് 7H എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷൻ ഡയറക്റ്റ്ലി കൊടുക്കുകയാണ്. ആ മെമ്മറി ലൊക്കേഷനിലുള്ള ഡാറ്റേനെ ഒരു ഡാറ്റ ഡയറക്റ്റ്ലി കൊടുക്കുകയാണ്. ആ ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അഡ്രസ്സാണ് കൊടുക്കുന്നത്. രജിസ്റ്റർ കൊടുത്തിട്ടില്ല, ദെൻ വേറെ എന്തെങ്കിലും സാധനങ്ങളല്ല കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അഡ്രസ്സാണ് കൊടുക്കുന്നത്. ആ അഡ്രസ്സ് പോവുക, അവിടുത്തെ ഡാറ്റ എടുക്കുക, മൂവ് ചെയ്യിപ്പിക്കുക. ഈ ടൈപ്പ് ഇൻസ്ട്രക്ഷനാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ദെൻ അടുത്തത് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ഓഫ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് PLC ബേസ്ഡ് സിസ്റ്റം. ഒരു PLC ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം വരച്ചാൽ 4 മാർക്ക് കിട്ടൂലേ? 4 മാർക്കാണ് ബ്ലോക്ക് ഡയഗ്രാം. ഏത് ബ്ലോക്ക് ഡയഗ്രാം PLC മൈക്രോ കൺട്രോളറിൽ ഏത് ബ്ലോക്ക് ഡയഗ്രാം വരച്ചാലും നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിവിടെ ഒരു ഇൻപുട്ട് ഡിവൈസുകൾ, ഏതൊരു സാധനമാണെങ്കിലും ഇൻപുട്ട് കൊടുക്കണം. അത് ഡിജിറ്റൽ ആവാം, അനലോഗ് ആവാം, ഇൻപുട്ട് സിഗ്നൽ, അതൊരു പ്രശ്നമല്ല. ദെൻ പവർ സപ്ലൈ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇൻപുട്ട് മൊഡ്യൂളുണ്ട്. ഇൻപുട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ക്രോഡീകരിച്ചിട്ട് ഒരു ഇൻപുട്ട് മൊഡ്യൂളുണ്ട്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ CPU, നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഔട്ട്പുട്ട് മൊഡ്യൂളുണ്ട്. നമ്മളൊരു പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് കൊടുക്കാൻ. ദെൻ ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. ഇതും എന്താണ്, ഡിജിറ്റൽ ആവാം, അനലോഗ് ആവാം, ഏത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ദെൻ പ്രോഗ്രാമിംഗ് ഡിവൈസ് ഉണ്ട്. ഈ പ്രോഗ്രാമിംഗ് ഡിവൈസാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലോട്ട് നമ്മൾ PLC ചെയ്ത് വെക്കുന്ന പ്രോഗ്രാമിംഗ് യൂണിറ്റ് ഇവിടെയാണ്. ഈ പ്രോഗ്രാമിംഗ് യൂണിറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി PLC സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ PLC ആണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, പ്രോസസ്സ് ചെയ്യുന്നത്.
ദെൻ പവർ സപ്ലൈ എല്ലാറ്റിനും ഉണ്ട് കേട്ടോ. ഇൻപുട്ടും ഔട്ട്പുട്ട് ഡിവൈസിനൊക്കെ എന്ത് ചെയ്യണം, പവർ സപ്ലൈ കൊടുക്കണം. അപ്പോൾ അതിന് ഒരു ആരോ മാർക്ക് കൂടി ഉണ്ടാവും. ഇതാണ് നമ്മുടെ PLCയിലെ ബേസിക് ആയിട്ടുള്ള ഒരു ഡയഗ്രാം. ഇനി ഇവിടെ സംഭവിക്കുന്നത്, ഇൻപുട്ട് കൊടുത്ത് ഇൻപുട്ട് മൊഡ്യൂളിലോട്ട് അത് CPU എത്തി. CPU എത്തുമ്പോൾ എന്ത് ചെയ്യും, ഓൾറെഡി നമ്മളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ഡിവൈസിൽ ഒരു PLC പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ പ്രോഗ്രാമിന് ഇവിടെ വർക്ക് ചെയ്യും. ദെൻ അതിൽ നിന്ന് എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ചെയ്യും. ആ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് കൊടുക്കും. ആ ഔട്ട്പുട്ട് ഡിവൈസ് എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്ന ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, കമ്പയർ PLC ബേസ്ഡ് സിസ്റ്റം വിത്ത് കൺവെൻഷണൽ റിലേ. കൺവെൻഷണൽ റിലേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ PLC സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളാണ് നമുക്കിനി പറയാൻ. ശ്രദ്ധിക്കുക, ഇവിടെ PLCയുടെ റിലേൻ്റെ ഒരു കമ്പാരിസണാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കമ്പാരിസൺ എഴുതുക. ഒരു 7 പോയിൻ്റ് എഴുതി വെച്ചാൽ 7 മാർക്ക് കിട്ടും. ആദ്യത്തെ ബേസിക് കമ്പാരിസൺ ആണ്. PLC എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു സോളിഡ് സ്റ്റേറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഡസ്ട്രിയൽ കൺട്രോൾ ദാറ്റ് പെർഫോം സോഫ്റ്റ്വെയർ ലോജിക് ബൈ യൂസിങ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് മൊഡ്യൂൾസ് CPU, മെമ്മറി ആൻഡ് അതേഴ്സ്. ദെൻ റിലേ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ചിങ് ഹാർഡ്വെയർ ഡിവൈസാണ്. ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ചിങ് ഹാർഡ്വെയർ ഡിവൈസാണ് നമ്മുടെ റിലേ. ദെൻ അടുത്ത് ഇതിൻ്റെ ഫങ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ, ഇറ്റ് പ്ലേസ് എ മോണിറ്ററിങ് ആസ് വെൽ ആസ് കൺട്രോളിങ് റോൾ ഇൻ ഡിസൈൻ സർക്യൂട്ട്. ഇതെന്താണ്, ഒരു മോണിറ്ററിങ് സിസ്റ്റമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പുറത്താണെങ്കിലോ ഇറ്റ് പ്ലേ ദി കൺട്രോളിങ് റോൾ ഓഫ് ദി ഡിസൈൻ ആൻഡ് സർക്യൂട്ട് മോണിറ്ററിങ്. നോട്ട് ഈസി വിത്ത് റിലേ. റിലേ എന്താണ്, ഇത്ര ഈസി അല്ല സംഭവം. കുറേ റിലേസ് വെച്ചാലാണ് നമ്മളൊരു PLCയുടെ എഫക്റ്റ് കിട്ടുള്ളൂ. ദെൻ വർക്കിംഗ്, PLC ക്യാൻ റൈറ്റ് പ്രോഗ്രാം. നമുക്ക് അവിടെ എന്ത് ചെയ്യാം, പ്രോഗ്രാമിനെ റൈറ്റ് ചെയ്യുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യാം. റിലേയിലോ ഒരിക്കൽ നമ്മളൊരു റിലേ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. ദെൻ അവിടെ റിലേ നോട്ട് റൈറ്റബിൾ, കാനോട്ട് റൈറ്റ് ദ പ്രോഗ്രാം. അവിടെ പ്രോഗ്രാമല്ല, ഹാർഡ്വെയർ ഡിവൈസാണ്, ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസാണ്. അതൊക്കെ അവിടുത്തെ ഒരു ഫോൾട്ടാണ്. ദെൻ അതിൽ തന്നെ നമ്മളൊരു ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ആ റിലേനെ ഹാർഡ്വെയർലി ചേഞ്ചസ് പോസിബിൾ ഉള്ളൂ. ദെൻ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ടു മോഡിഫൈ ദ ഡിസൈൻ ഡയഗ്രാം, ഡിസൈൻ സർക്യൂട്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി മോഡിഫൈഡ് ചെയ്യാം നമ്മൾ PLC. മോഡിഫിക്കേഷൻ ഓഫ് ഇലക്ട്രോണിക് സർക്യൂട്ട് ഈസ് മോർ ഡിഫിക്കൽട്ട് ദാൻ കമ്പയർഡ് ടു PLC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിലേൻ്റെ മോഡിഫിക്കേഷൻ വളരെ ഡിഫിക്കൽട്ടാണ്. ഇനി മെമ്മറിയുടെ കേസ് നോക്കുകയാണെങ്കിൽ, കൺസിസ്റ്റൻ്റ് ഓഫ് മെമ്മറി സ്റ്റോർ പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റ് മെമ്മറി ഉണ്ട് PLCയിൽ. റിലേയുടെ കേസിലാണെങ്കിലോ ഒരു മെമ്മറി ഒന്നുമില്ല. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ കേസിലാണെങ്കിലോ ഇറ്റ് ഹാസ് മോർ ക്യാപ്പബിലിറ്റീസ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. എത്ര ഇൻപുട്ട് ഔട്ട്പുട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, PLCയിൽ കണക്ട് ചെയ്യാം. റിലേയിലാണെങ്കിൽ ഒരു ലിമിറ്റഡ് നമ്പേഴ്സ് ഇത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, ഇൻപുട്ട് ഔട്ട്പുട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓപ്പറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ PLC ഓപ്പറേറ്റഡ് ഓൺ ഡിജിറ്റൽ സിസ്റ്റം. ഒരു ഡിജിറ്റൽ സിസ്റ്റമായിട്ടാണ് PLC ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ റിലേ ആണെങ്കിലോ ഒരു അനലോഗ് സിസ്റ്റമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയാണ് PLCയുടെ റിലേയുടെ ഒരു കമ്പാരിസൺ. ദെൻ അടുത്തത്, റൈറ്റ് എ ലാഡർ ഡയഗ്രാം റിലേസ് ദ ഫോർ സ്റ്റാർട്ട് ഇൻ്റർഫേസ് ഓഫ് 1 HP ഇൻഡക്ഷൻ മോട്ടോർ, ലിസ്റ്റ് ദ സീക്വൻസ് ഓഫ് ഇവൻറ്റ്. ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എത്രയേ ഉള്ളൂ, നമ്മളെ DOL സ്റ്റാർട്ടറിൻ്റെ ഒരു PLC ഡയഗ്രാം വരക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൽ ഇത്രയും വരച്ച് വെക്കണതിനാട്ടോ 7 മാർക്ക്. അപ്പോൾ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് 2 സ്വിച്ച് ഉണ്ടാവുമല്ലോ, സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും ഓരോ സ്വിച്ച് ഉണ്ടാവും. ദെൻ OLR ഒരു റിലേ ഉണ്ട്. ദെൻ ഔട്ട്പുട്ട്, ദെൻ ഒരു മോട്ടർ. ഈ ഔട്ട്പുട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, മോട്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. മോട്ടർ റൺ ചെയ്യല്ലേ, നമ്മൾ DOL സ്വിച്ചിൽ പോയിട്ട് പുഷ് ചെയ്യും, സ്റ്റാർട്ട് ബട്ടൺ നിൽക്കും. ദെൻ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് റിസീവ് ചെയ്യും. ആ ഔട്ട്പുട്ട് റിസീവ് ചെയ്തിക്കണോ ഇല്ലേ എന്നുള്ളത് PLC ഡയഗ്രത്തിൽ കാണിക്കാം. ഒരു ഫീഡ്ബാക്ക് പോലെ ഒരു മോട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഡയഗ്രത്തിൽ കണക്ട് ചെയ്തേ ഉള്ളൂ. അത് PLC ചെയ്യുമ്പോൾ DOL സ്റ്റാർട്ടറിൻ്റെ PLC ഡയഗ്രാം വരക്കാൻ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ഔട്ട്പുട്ട് എടുത്തിട്ട് Q0 എടുത്തിട്ട് ഇവിടെ കൊടുത്ത് കാണിച്ചു കൊടുക്കുക. ഇത്രയാണ് ഇവിടെ വരക്കാനുള്ളത്. ഇത് വളരെ എളുപ്പമാണ്, 7 മാർക്കിൻ്റെ ചോദ്യമാണ്. ദെൻ അടുത്തത്, ഡെവലപ്പ് എ ലാഡർ പ്രോഗ്രാം റിയലൈസ് ദ സ്റ്റെയർ കേസ് ലൈറ്റ് കൺട്രോൾ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, ലോജിക് ഗേറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും XOR ഗേറ്റിൻ്റെ. ആ XOR ഗേറ്റിൻ്റെ ഡയഗ്രാം പഠിച്ച ആൾക്കാർ അത് തന്നെ ഇവിടെ വരച്ച് വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ എന്താ പറയുക, ലാഡർ ഡയഗ്രാം ഫോർ റിയലൈസ് സ്റ്റെയർ കേസ് ലൈറ്റ് കൺട്രോൾ. സ്റ്റെയർ കേസ് ലൈറ്റ് കൺട്രോളിൻ്റെ ലാഡർ ഡയഗ്രാമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ സ്വിച്ച് 1, സ്വിച്ച് 2, സ്വിച്ച് 1, സ്വിച്ച് 2 ഇവിടെ വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, ക്ലോസ്ഡ് സ്വിച്ച് ഇവിടെ സ്വിച്ച് 2-നാണെങ്കിൽ ഇവിടെ സ്വിച്ച് 1-നാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ രണ്ടിടത്തും തമ്മിൽ.
ദെൻ ഒരു ലാമ്പേ ഉണ്ടാവുള്ളൂ. സ്റ്റെയർ കേസിന് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് സ്വിച്ച് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാമെങ്കിലും ഒരു ലാമ്പാണ് ഉണ്ടാവുക. അതിൻ്റെ കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ചെറിയ കഴിഞ്ഞ തേർഡ് സെമ്മിലൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പിലൊക്കെ ചെയ്തിട്ടുണ്ടാണ്. സ്റ്റെയർ കേസ് വയറിങ് ഒരു സ്വിച്ച് ഓൺ ആക്കിയാൽ നമ്മുടെ ബൾബ് എന്ത് ചെയ്യണം? ഓൺ ആവണം. ദെൻ രണ്ടും ഓൺ ആക്കിയാൽ ഓഫ് ആവണം. ഏതെങ്കിലും ഒരെണ്ണം ഓൺ ആക്കിയാൽ ഓൺ, രണ്ടും ഓഫ് ആക്കിയാൽ ഓഫ്. ഇതല്ല സ്റ്റെയർ കേസിൻ്റെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു ലാഡർ ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിൽ എന്താണ് എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം കൂടി ഞാനൊന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കുക. നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് എന്തായാലും പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിൻ ഡയഗ്രാം 8051ൻ്റെ പിൻ ഡയഗ്രാം, ബ്ലോക്ക് ഡയഗ്രാം, പറ്റുകയാണെങ്കിൽ ആർക്കിടെക്ചർ, ദെൻ കമ്പാരിസൺ ഓഫ് മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ. മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറിൻ്റെ ഒരു കമ്പാരിസൺ. 4 ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഒരു ഫീച്ചേഴ്സും കൂടി പഠിക്കുക. ഫീച്ചേഴ്സ്, ബ്ലോക്ക് ഡയഗ്രാം, പിന്നെ പിൻ ഡയഗ്രാം, പിന്നെ ഒരെണ്ണം കൂടി പറഞ്ഞല്ലോ, ബ്ലോക്ക് ഡയഗ്രാം, പിൻ ഡയഗ്രാം, ഫീച്ചേഴ്സ്, ദെൻ കമ്പാരിസൺ ഓഫ് മൈക്രോ കൺട്രോളർ ആൻഡ് മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ളൊരു കമ്പാരിസൺ. ഈ 4 ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്നുള്ള 10 മാർക്ക് മിനിമം സ്കോർ ചെയ്യാൻ പറ്റും. 4 ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. ദെൻ നമ്മൾ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദെൻ സെക്കൻഡ് മൊഡ്യൂളിലാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റുകളുണ്ട്. അതായത് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. 3 ക്വസ്റ്റ്യൻ ആയില്ലേ. ഇനി ഒരു അഡ്രസ്സിങ് മോഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്രസ്സിങ് മോഡ്. ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങളവിടെ പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് മിനിമം 10 മാർക്കെങ്കിലും സ്കോർ ചെയ്യാം. ദെൻ തേർഡ് മൊഡ്യൂളിൻ്റെ കേസിൽ കമ്പാരിസൺ ഓഫ് റിലേ ആൻഡ് PLC, റിലേയും PLCയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. പിന്നെ അവിടെ തേർഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ, ഒരു ബ്ലോക്ക് ഡയഗ്രാം ഓഫ് PLC ഉണ്ട്. PLCയുടെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഓഫ് PLC, പിന്നെ കമ്പാരിസൺ ഓഫ് റിലേ ആൻഡ് PLC. 2 ക്വസ്റ്റ്യൻ ആയില്ലേ. ഇനി അതുപോലെ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള എന്താണ്, ദെൻ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു PLCയുടെ ഡയഗ്രാംസ് ഒക്കെ തന്നിട്ട് അതിലുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. മിനിമം ഈ 2 ക്വസ്റ്റ്യനെങ്കിലും പഠിച്ചിട്ട് പോവുക. തേർഡ് മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്കൊരു 8 മാർക്കോളം ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും, ഈ 2 ക്വസ്റ്റ്യൻ പഠിച്ചു പോയ ഒരാൾക്ക്. ഇനി ലാസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ ഓൾറെഡി എക്സാമിനൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ലാബ് എക്സാമിന് പഠിച്ചിട്ടുള്ള കുറച്ച് പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകൾ എന്തായാലും പഠിച്ചിട്ട് പോവുക. DOL സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, പിന്നെ ലോജിക് ഗേറ്റ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു XOR ഗേറ്റിൻ്റെ പറയും. അപ്പോൾ XOR ഗേറ്റ് തന്നെയാണ് നിങ്ങളെ സ്റ്റെയർ കേസ് ആയിട്ട് വരുന്നത്. പിന്നെ ട്രാഫിക് ലൈറ്റ് കൺട്രോൾ. ഈ 4 പ്രോഗ്രാം പഠിക്കുക. ദെൻ അതാണ് അവിടെ നിന്ന് ചോദിക്കുന്നത്, മാറ്റി മറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 4 പ്രോഗ്രാമാണ് അവിടെ പഠിക്കേണ്ടത്. ഇനി ഇതൊന്നും കൂടാണ്ട് സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുള്ള ഒരു 4 പ്രോഗ്രാമുണ്ട്. അഡീഷൻ, മൈക്രോ പ്രോസസ്സറിൻ്റെയാണ്. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇത് കൂടാണ്ട് സ്ക്വയർ ഓഫ് എ നമ്പർ. ഈ 5 പ്രോഗ്രാം പഠിക്കുക. ടോട്ടൽ നിങ്ങൾ പഠിക്കേണ്ട ഈ 5 പ്രോഗ്രാം, ഇവിടെ നിന്ന് ഒരു 4 പ്രോഗ്രാം PLCയുടെ. ഇത്രയും പഠിച്ചു വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച ഒരാൾക്ക് 50+ എന്തായാലും നിങ്ങളെ വരുന്ന എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ കോൺടാക്റ്റ് ചെയ്യേണ്ടവർക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്പർ തരാവുന്നതാണ്. ഓക്കെ, എന്തായാലും എല്ലാവരും നല്ലപോലെ എക്സാം എഴുതി വിജയിച്ച് നല്ലൊരു ഭാവി എല്ലാവർക്കും നേരുന്നു. താങ്ക് യു.